നമസ്കാരം. ആസ്ട്രോലൈഫ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ജ്യോതിഷ ചക്രത്തിലെ ആദ്യത്തെ രാശിയായ മേടം രാശിക്കാർക്ക് ഈ വ്യാഴമാറ്റം എങ്ങനെയുണ്ടാകും? വലിയൊരു മാറ്റത്തിന്റെ പടിവാതിലിലാണോ നിങ്ങൾ? മേടം രാശിയുടെ സവിശേഷതകൾ, അതിൽ വരുന്ന നക്ഷത്രങ്ങൾ, ഈ മാറ്റം നൽകുന്ന ഗുണദോഷങ്ങൾ, കൂടാതെ ദോഷങ്ങൾ മാറാനുള്ള കൃത്യമായ പരിഹാരങ്ങളും മന്ത്രങ്ങളും മേടം രാശിക്കാർ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ വിശദമായി ചർച്ച ചെയ്യുന്നു. വീഡിയോ മുഴുവനായി കാണുക, കാരണം അവസാനം പറയുന്ന പരിഹാരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നേക്കാം. രാശിചക്രത്തിലെ ഒന്നാമത്തെ രാശിയാണ് മേടം. അഗ്നിതത്വ രാശിയായ ഇതിന്റെ അധിപൻ ചൊവ്വയാണ്. ധീരതയും നേതൃത്വപാടവവുമാണ് ഇവരുടെ പ്രധാന പ്രത്യേകത. ഈ രാശിയിൽ വരുന്നത് 3 നക്ഷത്രങ്ങളാണ്: അശ്വതി, ഭരണി, കാർത്തിക. ആദ്യത്തെ കാൽഭാഗം. ജ്യോതിഷ ലോകത്തെ ഏറ്റവും വലിയ ഗ്രഹമാറ്റങ്ങളിലൊന്നായ വ്യാഴമാറ്റം സംഭവിക്കുകയാണ്. മിഥുനം രാശിയിൽ നിന്നും വ്യാഴം തന്റെ ഉച്ചരാശിയായ കർക്കടകത്തിലേക്ക് പ്രവേശിക്കുന്നു. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ്. കാരണം നിങ്ങളുടെ രാശിയാധിപനായ ചൊവ്വയുടെ ഉച്ചരാശി കൂടിയാണ് കർക്കടകം. അവിടെ വ്യാഴം എത്തുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയുള്ള മാറ്റങ്ങളാണ് കൊണ്ടുവരിക? പ്രധാന കാര്യങ്ങളിലൂടെ നമുക്കിത് പരിശോധിക്കാം. മേടം രാശിയിൽ നിന്ന് എണ്ണി നോക്കിയാൽ 4-ാം രാശിയാണ് കർക്കടകം. ഈ 4-ാം ഭാവത്തെ സുഖസ്ഥാനമെന്നാണ് ജ്യോതിഷത്തിൽ വിളിക്കുന്നത്. സ്വന്തം വീട്, അമ്മ, വാഹനങ്ങൾ, മനസ്സമാധാനം, പ്രാഥമിക വിദ്യാഭ്യാസം എന്നിവയെല്ലാം ഈ ഭാവത്തിന്റെ പരിധിയിൽ വരുന്നു. വ്യാഴം ഇവിടെ ഉച്ചസ്ഥിതിയിൽ നിൽക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം പോസിറ്റീവായ ഊർജം നിറയും. സാമ്പത്തികമായി നോക്കുകയാണെങ്കിൽ സ്ഥിര നിക്ഷേപങ്ങളിൽ നിന്നോ ഭൂമി ഇടപാടുകളിൽ നിന്നോ ലാഭം കിട്ടാൻ സാധ്യതയുണ്ട്. പഴയ വീട് വിൽക്കാനോ അല്ലെങ്കിൽ പുതിയ സ്ഥലം വാങ്ങാനോ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. അനാവശ്യ ചിലവുകൾ കുറയുകയും സമ്പാദ്യശീലം വർദ്ധിക്കുകയും ചെയ്യും. വ്യാഴം 4-ൽ നിൽക്കുമ്പോൾ 10-ാം ഭാവമായ കർമ്മസ്ഥാനത്തേക്ക് ദൃഷ്ടി പതിക്കുന്നുണ്ട്. അതിനാൽ ജോലിയിൽ സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ ശാഖകൾ തുടങ്ങാനോ ഉള്ള ബിസിനസ് വിപുലീകരിക്കാനോ സാധിക്കും. പ്രത്യേകിച്ച് നിർമ്മാണ മേഖല, റിയൽ എസ്റ്റേറ്റ്, കൃഷി എന്നിവയുമായി ബന്ധപ്പെട്ടവർക്ക് ഇത് സുവർണകാലമാണ്. 4-ാം ഭാവം കുടുംബത്തെ സൂചിപ്പിക്കുന്നതിനാൽ വീട്ടിൽ ഐശ്വര്യം നിറയും. മാതാവുമായുള്ള ബന്ധം മെച്ചപ്പെടും. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുയോജ്യമായ ബന്ധങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവർക്ക് അത് പരിഹരിക്കപ്പെടുകയും സമാധാനം തിരികെ വരികയും ചെയ്യും. വിദ്യാർത്ഥികൾക്ക് കഠിനാധ്വാനത്തിന് അർഹമായ ഫലം ലഭിക്കും. ഉപരിപഠനത്തിനായി തയ്യാറെടുക്കുന്നവർക്ക് നല്ല അവസരങ്ങൾ വരും. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഹൃദയ സംബന്ധമായോ ശ്വാസകോശ സംബന്ധമായോ പ്രശ്നങ്ങളുള്ളവർ ഈ കാലയളവിൽ അല്പം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. വ്യാഴം സുഖലോലുപത നൽകുന്ന ഗ്രഹമായതുകൊണ്ട് അമിത ഭക്ഷണം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. എല്ലാം ശുഭകരമെന്ന് പറയുമ്പോഴും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 4-ൽ വ്യാഴം നിൽക്കുമ്പോൾ അമിതമായ ആത്മവിശ്വാസം കാരണം ചിലർ മടിയന്മാരാകാൻ സാധ്യതയുണ്ട്. എല്ലാം താനേ നടന്നോളുമെന്ന ചിന്ത മാറ്റി നിർത്തി കഠിനാധ്വാനം തുടരണം. വലിയ തുകകൾ കടനം കൊടുക്കുമ്പോൾ കൃത്യമായ രേഖകൾ സൂക്ഷിക്കുക. മേടം രാശിയിലെ 3 നക്ഷത്രക്കാർക്കുമുള്ള പ്രത്യേക പരിഹാരങ്ങൾ. മേടം രാശിക്കാർ പൊതുവായി വിഷ്ണു ഭജനം നടത്തുന്നത് ഉത്തമമാണെങ്കിലും ഓരോ നക്ഷത്രത്തിന്റെയും അധിപന്മാർ വ്യത്യാസമായതുകൊണ്ട് താഴെ പറയുന്ന പ്രത്യേക പരിഹാരങ്ങൾ കൂടി ചെയ്യുന്നത് ഇരട്ടി ഫലം നൽകും. അശ്വതി നക്ഷത്രം, അധിപൻ കേതു. പ്രത്യേക പരിഹാരം: അശ്വതി നക്ഷത്രക്കാർ വ്യാഴപ്രീതിക്കായി വിഷ്ണുവിനെ ആരാധിക്കുന്നതോടൊപ്പം ഗണപതി ഹോമം നടത്തുകയോ ഗണപതിക്ക് കർഗമാല സമർപ്പിക്കുകയോ ചെയ്യുന്നത് തടസ്സങ്ങൾ മാറാൻ സഹായിക്കും. മന്ത്രം ഓം ഗം ഗണപതയെ നമഃ എന്ന മന്ത്രം ദിവസവും 21 തവണ ജപിക്കുക. ദാനം: ചൊവ്വാഴ്ചകളിൽ ചുവന്ന നിറത്തിലുള്ള വസ്തുക്കളോ മധുര പലഹാരങ്ങളോ ദാനം ചെയ്യുന്നത് ഉത്തമമാണ്. ഭരണി നക്ഷത്രം, അധിപൻ ശുക്രൻ. പ്രത്യേക പരിഹാരം: ഭരണി നക്ഷത്രക്കാർക്ക് ശുക്രനാണ് അധിപൻ. വ്യാഴമാറ്റ സമയത്ത് ഭാഗ്യം വർദ്ധിക്കാൻ മഹാലക്ഷ്മി ഭജനമാണ് ഏറ്റവും ഉത്തമം. വെള്ളിയാഴ്ചകളിൽ ലക്ഷ്മി അഷ്ടോത്തരം ജപിക്കുക. മന്ത്രം ഓം മഹാലക്ഷ്മിയെ നമഃ എന്ന മന്ത്രം ജപിക്കുക. വെള്ളിയാഴ്ചകളിൽ സുമംഗലികളായ സ്ത്രീകൾക്ക് മഞ്ഞളോ കുങ്കുമമോ നൽകുന്നത് കുടുംബത്തിൽ ഐശ്വര്യം വരാൻ സഹായിക്കും. കൂടാതെ പാവപ്പെട്ടവർക്ക് പാൽ അല്ലെങ്കിൽ വെള്ള നിറത്തിലുള്ള മധുരം നൽകുക. കാർത്തിക കാൽഭാഗം, അധിപൻ സൂര്യൻ. പ്രത്യേക പരിഹാരം: കാർത്തിക നക്ഷത്രത്തിന്റെ അധിപൻ സൂര്യനാണ്. അതിനാൽ വ്യാഴത്തിന്റെ അനുഗ്രഹം പൂർണ്ണമായി ലഭിക്കാൻ ആദിത്യ ഹൃദയം ജപിക്കുന്നത് വളരെ വിശേഷമാണ്. ദിവസവും സൂര്യോദയ സമയത്ത് സൂര്യനെ വന്ദിക്കുക. മന്ത്രം ഓം സൂര്യായ നമഃ. വഴിപാട്: ഞായറാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുകയും ധാരയോ പിൻവിളക്കോ വഴിപാടായി കഴിക്കുകയും ചെയ്യുന്നത് വ്യാഴമാറ്റ ദോഷങ്ങളെ ഇല്ലാതാക്കാൻ സഹായിക്കും. സുഹൃത്തുക്കളെ, മേടം രാശിയിലെ എല്ലാവർക്കും ഈ വ്യാഴമാറ്റം ഒരുപോലെയാകില്ല. ഓരോ നക്ഷത്രക്കാരും അവരുടെ അധിപന്മാരെ കൂടി പ്രസാദിപ്പിക്കേണ്ടതുണ്ട്. അശ്വതി നക്ഷത്രക്കാർ ഗണപതി ഭജനത്തിനും, ഭരണി നക്ഷത്രക്കാർ മഹാലക്ഷ്മി ഭജനത്തിനും, കാർത്തിക നക്ഷത്രക്കാർ സൂര്യോദയ പ്രാർത്ഥനയ്ക്കും ഈ കാലയളവിൽ കൂടുതൽ പ്രാധാന്യം നൽകുക.
ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും വ്യാഴം നൽകുന്ന ഗുണഫലങ്ങൾ ഇരട്ടിയാക്കുകയും ചെയ്യും. അപ്പോൾ മേടം രാശിക്കാരായ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ വ്യാഴമാറ്റം എങ്ങനെ ഉണ്ടാകുമെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായല്ലോ. വ്യാഴം തന്റെ ഉച്ചരാശിയിൽ നിൽക്കുന്ന ഈ സുവർണ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. ഓർക്കുക, ജ്യോതിഷം എന്നത് ഒരു വഴികാട്ടിയാണ്. നിങ്ങളുടെ കഠിനാധ്വാനവും പോസിറ്റീവായ ചിന്താഗതിയും ഉണ്ടെങ്കിൽ ഏതൊരു ഗ്രഹദോഷത്തെയും മറികടക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ രാശിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഇത് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് ഇടവം രാശിക്കാരുടെ വ്യാഴമാറ്റ ഫലങ്ങളെക്കുറിച്ച് വിശദമായി സംസാരിക്കാം. ആ വീഡിയോ മിസ് ചെയ്യാതിരിക്കാൻ ആസ്ട്രോ ലൈഫ് മലയാളം ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി അമർത്തുക. മറ്റൊരു പ്രധാന ജ്യോതിഷ വാർത്തയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.